നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 834 ആക്രമണങ്ങൾ 2024 ഡിസംബർ വരെ ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്നിട്ടുണ്ട്. ജബൽപൂരിൽ ആക്രമണം നടന്നു, അതേപോലെ തന്നെ ഒഡീഷയിൽ ആക്രമണം നടന്നു. ഒഡീഷയിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയത് പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഇവിടെ മതപരിവർത്തനം നടത്താൻ പോകുന്നവരാണ് നിങ്ങളെന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ടാണ് അവരെ തല്ലിയത്. ഇവരാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ പാകിസ്ഥാനിൽ നിന്ന് വന്ന് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്? പി സി ജോർജ് എന്താ പറഞ്ഞത്? പി സി ജോർജ് പറഞ്ഞത് കണ്ണി കണ്ട അമ്പലത്തിന്റെ മുമ്പിൽ പോയി വേണ്ടാതിനം കാണിച്ചാൽ ചിലപ്പോൾ തല്ലുള്ളൂ എന്നാണ് പി സി ജോർജ് പറഞ്ഞത്. ഇവിടുത്തെ ഏതെങ്കിലും ക്രൈസ്തവ സഭ വിശ്വസിക്കുന്നുണ്ടോ ഇവിടുത്തെ ക്രൈസ്തവ പാതിരിമാര് അമ്പലത്തിന്റെ മുമ്പിൽ ചെന്ന് വേണ്ടാതിനം കാണിച്ചതുകൊണ്ടാണ് അവരെ തല്ലിയതെന്ന്? ഇല്ല, അതുകൊണ്ടല്ല. മറിച്ച് ക്രൈസ്തവ സമൂഹത്തിലുള്ള വംശീയ വിരോധമാണ് അതിന് കാരണം. വംശീയ വിരോധമാണ്. അതെന്താ കാര്യം? അവരുടെ വേദപ്രമാണത്തിന്റെ 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും വളരെ പച്ച മലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇന്നുവരെ അവർ നിഷേധിച്ചിട്ടില്ല. ആ പുസ്തകം ഇന്നും അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. എന്താ അവർ പറഞ്ഞിട്ടുള്ളത്? വൈദേശിക ശത്രുവിന്റെ ഭീഷണികളെക്കാൾ ദേശീയ ഭദ്രതയ്ക്ക് ഭീഷണി ഉയർത്തുന്നത് ആഭ്യന്തര ശത്രുക്കളാണ്. ഒന്ന് മുസ്ലിങ്ങൾ, രണ്ടാമത് ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് നിങ്ങൾ അവരെ എങ്ങനെ സുഖിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ അവരെ സമാധാനത്തോടു കൂടി ഈ ഭൂമിയിൽ നിലനിൽക്കാൻ അനുവദിക്കില്ല. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞിട്ടല്ല, നിങ്ങൾ ക്രിസ്ത്യാനികളായി പോയതുകൊണ്ടാണ്. മുസ്ലിങ്ങളായി പോയതുകൊണ്ടാണ്. മുസ്ലിങ്ങളായി പോയതുകൊണ്ടും ക്രിസ്ത്യാനികളായി പോയതുകൊണ്ടുമാണ് ഈ ഉപദ്രവങ്ങളെല്ലാം അവർ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ തൊടുത്തുവിടുന്നത്.